ഈശോയിൽ സ്നേഹമുള്ളവരെ, 2025 ക്രിസ്തുമസിന് ഇതിനി ഏതാനും നാളുകൾ കൂടി മാത്രം. ഒരിക്കൽ ഒരു ജയിലിൽ 2 ജയിൽ പുള്ളികൾ കിടക്കുകയായിരുന്നു. അവർ രാത്രിയായപ്പോൾ ജയിൽ അഴികൾക്കുള്ളിൽ നിന്നും പുറത്തേക്ക് നോക്കിക്കൊണ്ട് അവരിൽ ഒരാൾ ഇങ്ങനെ പറഞ്ഞു: "നോക്കൂ, അങ്ങ് ദൂരെ ചെളി ഞാൻ കാണുന്നു." മറ്റൊരാൾ ആകാശത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി നോക്കിയിട്ട് പറഞ്ഞു: "നോക്കൂ, അങ്ങ് ആകാശത്ത് നക്ഷത്രങ്ങൾ ഞാൻ കാണുന്നു." പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് 2 മനോഭാവങ്ങളാണ്. രണ്ടുപേരും തങ്ങളുടെ തെറ്റിൻ്റെ ഫലമായിട്ട്, പാപത്തിൻ്റെ ഫലമായിട്ട് ജയിലിൽ അകപ്പെട്ട വ്യക്തികളാണ്. പക്ഷേ ഒരാൾ നിരാശ പൂണ്ട്, ഇനി എനിക്ക് ജീവിതമില്ല, എൻ്റെ മുൻപിൽ ഞാൻ ചെളിയും അഴുക്കുപുരണ്ട ദിനങ്ങളും മാത്രമാണ് കാണുന്നത് എന്ന് പറയുന്നു. മറ്റൊരാൾ പ്രത്യാശയോടെ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി നക്ഷത്രങ്ങളാണ് കാണുന്നത്. പലപ്പോഴും നക്ഷത്രങ്ങൾ ക്രിസ്മസിൻ്റെ പ്രതീകമാകുന്നതും ഇതുതന്നെയാണ്. പ്രത്യാശയുടെ. പാപത്തിൽ വീണുപോയ മനുഷ്യ, നീ നിരാശപ്പെടേണ്ട. നിനക്കായി ഒരു രക്ഷകൻ ഈ ഭൂമിയിൽ പറന്നിട്ടുണ്ട്, കർത്താവായ ഈശോ മിശിഹ. ഇതുതന്നെയാണ് ഓരോ ക്രിസ്തുമസിൻ്റെയും സന്ദേശങ്ങൾ. നമ്മൾ ഭയപ്പെടേണ്ട, നിരാശപ്പെടേണ്ട. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ പാപം ചെയ്ത മനുഷ്യന് ദൈവം വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്: സ്ത്രീയിൽ നിന്ന്, സ്ത്രീയുടെ സന്തതി, നിന്റെ പാപങ്ങൾക്ക് പരിഹാരമായി ഈ ലോകത്തിൽ ജനിക്കാൻ രക്ഷകനായ ഈശോ മിശിഹ നമുക്കായി ജനിച്ചിരിക്കുന്നു. എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെയും ആഗതമാകുന്ന പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേരുന്നു. നന്ദി. ആമേൻ.